+1 കണക്കിന്റെയും SSLC ഇംഗ്ലീഷിന്റെയും ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പറുകൾ ചോർന്നത് സ്ഥിരീകരിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചോദ്യമിടുന്നവരും വിതരണം ചെയ്യുന്നവരും അറിയാതെ ചോർച്ച ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വിശദാന്വേഷണത്തിന് DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ചോദ്യപേപ്പർ പ്രസിദ്ധീകരിച്ച യൂട്യൂബ് ചാനലുകൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി. ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ചോർന്ന സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പൊതുവിദ്യാഭ്യാസ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണ് നടക്കുന്നത്. ചോദ്യം വിടുന്നവരും വിതരണം ചെയ്യുന്നവരും അറിയാതെ ചോർച്ചയുണ്ടാകില്ല. യൂട്യൂബ് ചാനലുകൾക്കെതിരെ കർശന നടപടിയെടുക്കും. അതീവ ഗൗരവത്തോടെയാണ് വകുപ്പ് ഈ വിഷയത്തെ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അവർക്ക് കിട്ടുന്നത് നൊട്ടോറിയസ് പ്രശസ്തിയാണെന്നുള്ളവരും അവർ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ പിറകെ അങ്ങനെ വലിയ സെക്യൂരിറ്റി ഒന്നും ഏർപ്പെടുത്താൻ നടത്തുന്ന ഈ കാര്യത്തിൽ ആര് പിറകെ മെനക്കെട്ട് നടന്നാലും ഇതെല്ലാം കിട്ടുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ ഇത് വളരെ ഗൗരവമായിട്ട് തന്നെ നമ്മൾ കാണുകയാണ്. അങ്ങവിടെ സൂചിപ്പിച്ച കാര്യം അതീവ ഗൗരവമായിട്ട് തന്നെ നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ്. ട്യൂഷൻ എടുക്കുന്ന അധ്യാപകരുടെ വിവരം ശേഖരിക്കും. നാളെ ചേരുന്ന ഉന്നതതല യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യും. ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്ന അധ്യാപകർക്കോ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കോ ഓൺലൈൻ ട്യൂഷൻ ആപ്പുകളുമായോ യൂട്യൂബ് ചാനലുകളുമായോ ബന്ധമുണ്ടോ എന്ന് വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വിശദമായ അന്വേഷണത്തിനായി സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. +1 കണക്ക് പരീക്ഷയുടെയും 10ാം ക്ലാസ് ഇംഗ്ലീഷ് പരീക്ഷയുടെയും ചോദ്യപേപ്പറുകളാണ് യൂട്യൂബ് ചാനലിലൂടെ ചോർന്നത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.